അവിടുന്ന് നേരെ അവിടെ ഒരു 4 വർഷത്തോളം ഉണ്ടായിരുന്നു. ഈ ഈവനിങ് കോളേജിൽ തന്നെ പഠിപ്പിച്ചു 4 വർഷം. അത് കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് വന്നു. 89 മഹാരാജാസിൽ വന്നു, 1989. പക്ഷെ അവിടുത്തെയും പ്രത്യേക ഈവനിങ് കോളേജിലേക്കാണ് പോസ്റ്റിങ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഉള്ളവരൊക്കെ ധരിച്ചു ഐ എം സ്പെഷ്യലി റിക്രൂട്ടഡ് ഫോർ ഈവനിങ് കോളേജ്. അപ്പോൾ അന്നും സമയം എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അല്ല, എല്ലാ സ്റ്റേറ്റിനും മൊത്തം ഒരേ ഇതല്ലേ, 5:45 തൊട്ട് 8:45 വരെ. ഈ മെഴുകുതിരി പ്രശ്നം അവിടെ വേണ്ടി വന്നു? ഇവിടെയും വേണ്ടി വന്നു മെഴുകുതിരി പ്രശ്നം. അപ്പോൾ അന്ന് കറണ്ട് പോക്കുള്ള സമയത്ത് അതെ അത് ഇടയ്ക്കിടെ ഇടവിട്ടത് സംഭവിക്കാറുണ്ട്. അല്ല, ക്ലാസ് നിർത്തി പോകുന്ന ഒരു പ്രവണത അന്നുണ്ടായിരുന്നു? അതുമുണ്ട്. അപ്പോൾ അവിടെ മെഴുകുതിരിയുടെ ഒരു ആവശ്യകത വന്നു. അല്ല, ഈ വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അത് ഗ്രാജുവലി ഇവോൾവ് ചെയ്ത് വന്നൊരു കാര്യമാണ്. അതായത് ആദ്യമൊക്കെ ഈ കോളേജിൽ ശരിക്കും എവിടെയെങ്കിലും ജോലി ഉള്ളവരായിരുന്നു വന്നിരുന്നത്. പിന്നീട് ക്രമേണ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ജോലി ഇല്ലാത്തവരും കൂടുതൽ വരാൻ തുടങ്ങി. സാധാരണ ജെനുവിൻ ജോലിയുള്ളവർ ഒരുപക്ഷെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ടോ അല്ല പഠനത്തിന് വലിയ സാമർഥ്യമില്ലാതെ ഒരു തൊഴിലിന് പോയവരോ ഇല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി തൊഴിലിന് പോയവരോ ആയിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് വരുന്നവർക്ക് മാർക്ക് കൂടുതലുള്ളവരാണ്. അപ്പോൾ ഈ സാധാരണ കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തവർ ട്യൂട്ടോറിയൽ പോകും. അപ്പോൾ പണ്ട് പഠിച്ചിറങ്ങിയവർ മാർക്ക് കുറവുള്ളവരാണ് ഈ തൊഴിൽ തേടിപ്പോയത്. അതിലെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടായിരിക്കും തൊഴിൽ തേടിപ്പോയത്. അപ്പോൾ അവരുമായിട്ട് പിന്നെ 8-10 വർഷം കഴിഞ്ഞ് മത്സരിക്കുന്നത് ഫ്രഷായിട്ട് വരുന്ന സ്റ്റുഡൻസുമായിട്ടാണ്. അവർക്ക് മാർക്ക് കൂടുതലായിരിക്കും. ചിലരങ്ങനെ അല്ലാത്തവരുണ്ട്. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഏതെങ്കിലും ട്യൂട്ടോറിൽ പോയി ചേരും, എന്നിട്ട് അവിടെ റെഗുലർ പഠിക്കാൻ പോകും. എന്നിട്ട് എവിടെ നിന്നെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, നീ സെയിൽസ്മാൻ ആണെന്നോ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാലും മതിയല്ലോ, കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈവനിങ് കോളേജിൽ ചേരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ തൊഴിലിനോടൊപ്പം പഠിക്കണമെന്ന് വിചാരിച്ച് വന്നിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. അവരുടെ സ്ഥാനത്തേക്ക് റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു വിഭാഗം ആളുകൾ വന്നു തുടങ്ങി. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 1-2 ആഴ്ച കോളേജിൽ വരും, അഡ്മിഷൻ കിട്ടി, പിന്നെ അവർ ഏതെങ്കിലും ട്യൂട്ടോറിൽ പോകും. കാര്യം ഇവിടെ അന്ന് 15 രൂപ എങ്ങാണ്ടാണ് ഫീസ് ഒരു മാസം. അപ്പോൾ ഇവിടെ ചേരുന്നതിന് 15 രൂപ കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമല്ല. അപ്പോൾ റെഗുലർ ട്യൂട്ടോറിൽ പോയിരുന്നവർ വൈകിട്ട് കോളേജിൽ വരാതായി. അപ്പോൾ ചില PG ക്ലാസ്സുകളിലൊക്കെ നമ്മൾ 5 അധ്യാപകർ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ 3 പേര് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ചില പേര് 2 പേരൊക്കെ ആയിരിക്കും ക്ലാസ്സിൽ കാണുക. എന്ന് പറഞ്ഞാൽ അവരേക്കാൾ കൂടുതൽ പേര് ക്ലാസ്സിൽ ചെന്നിട്ട് അതാണത് നിർത്തി വരാനുണ്ടായ കാരണം, നിർത്താനുണ്ടായ കാരണം അതാണ്. എന്നാൽ കോഴിക്കോട് അങ്ങനെയല്ല. കോഴിക്കോട് കുറച്ചുകൂടി കുട്ടികളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു തെക്കൻ ഭാഗത്തേക്ക് വരുമ്പോഴാണ് സൂത്രപ്പണി കൂടുക. മഹാരാജാസിലും തിരുവനന്തപുരത്ത് ചെല്ലുമ്പം ചില ക്ലാസ്സുകൾ ചില ദിവസം പ്രവർത്തിക്കത്തേ ഇല്ല. പക്ഷെ ഞങ്ങളെന്ന് പറയുമ്പോൾ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു മാർട്ടിൻ സാറുണ്ട്. ഞങ്ങളൊക്കെ അത് പരമാവധി ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് മെഴുകുതിരി പ്രയോഗം അതിവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് മഹാരാജാസ് എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ അപ്പോഴത്തെ സാറിൻ്റെ ഒരു മാനസിക അവസ്ഥ എന്തായിരുന്നു? ഇപ്പോൾ മഹാരാജാസ് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമില്ലല്ലോ. അല്ല അത് ഇപ്പം പിന്നെ മഹാരാജാസിലേക്ക് വരിക എന്നുള്ളത് എൻ്റെ ഒരു കാര്യം. ഞാൻ അപ്ലൈ ചെയ്തതനുസരിച്ചാണല്ലോ മഹാരാജാസിലേക്ക് വരുന്നത്. മഹാരാജാസിൽ വരിക എന്നുള്ളത് കോളേജ് വിദ്യാഭ്യാസത്തിൽ ചേരുമ്പം
എൻ്റെ ഒരു ലക്ഷ്യം ഒന്നുകിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഇല്ലെങ്കിൽ മഹാരാജാസ് എന്നുള്ളതായിരുന്നു. പക്ഷേ 85 അവസാനമാണ് വിവാഹം നടക്കുന്നത്. അപ്പോൾ വൈഫ് നിർമ്മല ഇവിടെ സെൻട്രൽ സ്കൂളിലായിരുന്നുകൊണ്ട് പിന്നെ തിരുവനന്തപുരം ഓപ്ഷൻ ഒരു വലിയ അർത്ഥമില്ലാതായി. അങ്ങനെയാണ് മഹാരാജാസ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെയും വന്നപ്പോൾ അതേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ല, ഇവിടുത്തേത് വേറൊരു പ്രശ്നം കൂടിയായിരുന്നു. ഇവിടെ ഈ ഈവനിങ് കോളേജ് പ്രവർത്തിച്ചിരുന്ന ചില ഭാഗങ്ങളിൽ പ്രോപ്പറായിട്ട് കറണ്ട് കണക്ഷൻ ഇല്ലായിരുന്നു. കാര്യം ഓരോരോ സമയത്ത് ഓരോരോ എക്സ്റ്റൻഷൻ എടുക്കും. അപ്പോൾ ഈ എക്സ്റ്റൻഷനൊന്നും പ്രോപ്പറായിട്ട് KCBയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കോളേജിലൊരു PTA നിയമിക്കുന്ന ഒരു ഇലക്ട്രീഷ്യനുണ്ട്, കോൺട്രാക്ട് ജോബിൽ വരുന്ന. അപ്പോൾ ഈ ഇലക്ട്രീഷ്യൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ KCBയുടെ സപ്പോർട്ട് വന്ന് അവർ കണക്ഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ടെമ്പററി ആയിട്ട് അത് ഉള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇതിലേക്ക് വലിക്കും. അപ്പോൾ ഇത് ടെമ്പററി ആയതുകൊണ്ട് പലപ്പോഴും ഡിസ്കണക്റ്റഡ് ആവും. അപ്പോൾ ഞാൻ വന്ന വർഷം പ്രധാന പ്രശ്നം ഇതാണ്, 1-2 വിങ് കറണ്ടേ ഇല്ല. ഇത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ KCB നിയമവിരുദ്ധമായി എടുക്കുന്ന ഒന്നിനോട് സഹകരിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം? അപ്പോൾ ഒന്നാമത് ഇത് താല്പര്യമില്ലാത്തവരതല്ല വരുന്നത്, എന്നാൽ താല്പര്യമുള്ള ചിലരുണ്ട് താൻ. അപ്പം ഞാനതിൻ്റെ ഈവനിങ് കോളേജിലും PTAക്ക് വലിയ അർത്ഥമില്ല, എന്നാലും കോളേജിന് ആവശ്യമായി ഫണ്ട് കിട്ടാൻ ഒരു PTA വേണം. അപ്പോൾ PTAയുടെ ചാർജുള്ള അധ്യാപകനുമായിട്ട് ചർച്ച ചെയ്തപ്പം, സാറേ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു പ്രശ്നമാണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് പോകും, പ്രത്യേകിച്ച് മഴക്കാലത്ത് പോകും. മഴക്കാലം മാറുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആദ്യത്തെ മഴക്കാലത്തെ 3-4 മാസം ജൂൺ ടു സെപ്റ്റംബർ ആദ്യം ഇതൊരു പ്രശ്നമാണ്. അപ്പം അന്നിവിടെ വീട് പണി നടക്കുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും. ഞാൻ ഇലക്ട്രീഷ്യനോട് പറഞ്ഞു ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട്, ഒന്ന് വന്ന് നോക്കാൻ പറയും. അപ്പോൾ ഞാൻ ആ PTAയുടെ ചാർജുള്ള സാറിനോട് ചോദിച്ചു, സാറേ ഞാൻ ഒരാളെ കൊണ്ടുവന്ന് ഒരു പരിഹാരം കണ്ടുപിടിക്കുകയാണെങ്കിൽ സാർ എതിർപ്പൊന്നും പറയരുത്, നമുക്ക് ക്ലാസ് നടക്കാൻ കറണ്ട് കിട്ടണം, എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ചെയ്യുമ്പോൾ പിന്നെ സർക്യൂട്ടറി ഒന്നും ബാധിക്കരുത്. ഇലക്ട്രീഷ്യൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഇതിൻ്റെ കണക്ഷൻ പ്രോപ്പറല്ല, പ്രോപ്പറായിട്ട് എടുക്കണേ KCBയുടെ പെർമിഷൻ ഇല്ലാതെ ഒക്കത്തില്ല. പുള്ളി അതിനകത്ത് എന്തോ ഒരു പർട്ടിക്കുലർ 2 വയറുകൾ തമ്മിൽ കണക്ട് ചെയ്ത് തരാം, നോർമലി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനത് സാധാരണ ആളുകൾ ചെയ്യാൻ മടിക്കുന്നതാണ്. പുറമേക്ക് ഒരു വയറെടുത്ത് മെയിൻ സ്വിച്ചിൽ നിന്ന് ഒരു വയറെടുത്ത് കണക്ട് ചെയ്ത് തരാം, അങ്ങോട്ട് ആരും കയറി ഉപദ്രവിക്കാതിരുന്നാൽ മതി, ആരും ഉപദ്രവിക്കാത്തടത്തുള്ള ആ സെക്ഷനിലേക്ക് കറണ്ട് കിട്ടുമെന്ന്. ഞാൻ പറയുന്നത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇയാളത് ചെയ്യേ. ജസ്റ്റ് 5 മിനിറ്റ് വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് അത് എല്ലാ വർഷവും ഈ മഴക്കാലത്തുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് പ്രോപ്പറായിട്ട് കരയിൽ അത്ര നന്നായി കണക്ഷൻ കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഒരു കാറ്റടിക്കുകയോ മഴ പെയ്യുകയോ ചെയ്യുമ്പോൾ അത് ലൂസായി പോകും, അതാണ് കാരണം. പുള്ളി അത് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് ഒരു പ്ലാസ്റ്റർ ഇട്ട് കെട്ടി അവിടെ വെച്ചു. ഒരുപക്ഷെ ക്ലാസ് നടക്കരുതെന്ന് വിചാരിച്ച് ചിലർ ചെയ്തതുമാകാം. അപ്പം സത്യം പറഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുനിഞ്ഞിറങ്ങാഞ്ഞുകൊണ്ടാണ് അത് സൊല്യൂഷൻ ഇല്ലാതെ പോയി. പിന്നെ ആ വർഷം അതിൻ്റെ പ്രോബ്ലമേ ഉണ്ടായില്ല. പിന്നെ കറണ്ട് കട്ട് ഉള്ളപ്പോൾ ഉള്ള മെഴുകുതിരിയുടെ പരീക്ഷണം ഇവിടെ നടന്നു. അത് പിന്നെ ഇവിടെ
മീൻചന്ത കോളേജിൽ പോലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ സ്ഥലത്തല്ലേ. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ ഇരുട്ടത്തോടത്തെ ക്ലാസ് നടന്നില്ല എല്ലാവരും അറിയില്ല. ഇപ്പുറത്ത് നടന്നാലും ആർക്കും അതിനെക്കുറിച്ച്. പിന്നെ ആകെ കുട്ടികളെല്ലാം കൂടെ കൂടുന്ന സന്ദർഭം ഇലക്ഷൻ വരുമ്പോഴാണ്, കോളേജ് യൂണിയൻ ഇലക്ഷൻ വരുമ്പോഴാണ്. ഈവനിങ്ങിലും പ്രത്യേക ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മെഴുകുതിരി വെച്ച് കത്തിച്ച് പഠിച്ച ഒരു കാലഘട്ടം മഹാരാജാസിലുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. അല്ല, അതിനേക്കാൾ പ്രധാനം കുറേ മാസങ്ങൾ ഒരു വിങ്ങിൽ കറണ്ടേ ഇല്ലാഞ്ഞിട്ട് അധ്യാപകന് പരാതിയില്ല എന്നല്ല, ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. 1 മണിക്കൂർ എടുക്കാം. കാര്യം ഈ 5:45 തൊട്ട് ഒരു 6:30. കാര്യം ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റുകളുടെ പ്രത്യേകത സെപ്റ്റംബർ വരെ ഇരുട്ടാകുന്നത് വൈകും. ഒക്ടോബർ തൊട്ടേ ഇരുട്ടാകുന്നത് നേരത്തെ ആവുള്ളൂ. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഒരു 6:45 വരെ ക്ലാസ് എടുക്കാം. എന്നിട്ട് ചിലർ അങ്ങനെ പറയാം, അങ്ങനെയാണ് നിങ്ങൾ 5:30 വാ എന്ന് പറഞ്ഞ് 2 പീരീഡായിട്ട് എടുക്കുക. 5:30 തൊട്ട് ഒരു 6:15 വരെ, 6:15 തൊട്ട് 7 വരെ, അങ്ങനെ 2 പീരീഡ് എടുത്ത് പോകുന്ന കേസുകൾ. അതിനിടയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഈവനിങ് കോളേജിൻ്റെ ഒരു നിരന്തരമായ പ്രശ്നമായിരുന്നു വെളിച്ചമില്ലായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ, അപ്പോൾ അതിനിടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ ചിലപ്പം മെഴുകുതിരി കത്തിക്കാൻ സപ്പോസ് 8 മണി തൊട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ 3rd പീരീഡ് ആവുമല്ലോ. അപ്പോൾ 7:45 കറണ്ട് ഉണ്ടാവും. അപ്പോൾ 7:45 തൊട്ട് തുടങ്ങി ഒരു 8-8:15 വരെ എടുത്തിട്ട് ഒരു 1/4 മണിക്കൂർ ഇരുട്ടത്ത് പഠിപ്പിച്ചിട്ട്, മെഴുകുതിരി ഇല്ലെങ്കിലും ഇരുട്ടത്ത് പഠിപ്പിച്ചിട്ട്. ഒരു ഈവനിങ് കോളേജ് ആകുമ്പോൾ പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ, അഥവാ ഉണ്ടെങ്കിലും ഒരാളോ ഇല്ലോ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെ സാമൂഹ്യമായ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇരുട്ടിൽ പഠിപ്പിച്ചും പോയ സന്ദർഭമുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ മെഴുകുതിരി വെച്ച് ചെയ്തു എന്നുള്ളതാണ്. അതിനേക്കാൾ ഇങ്ങനെ ഈ സെക്ഷനിൽ കറണ്ട് കൊടുക്കുന്നതിന് അതിൻ്റെ ഒരു ഇലക്ട്രീഷ്യൻ ഒരു സൂത്രം കണ്ടുപിടിച്ച ഞാനല്ല, ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു സാഹസികത കാണിക്കുന്നതിന് ഒരു ഇതായി എന്നുള്ളതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് 93 ആയപ്പോഴത്തേക്ക്, 92 ആയപ്പോഴത്തേക്കാണ് റെഗുലർ കോളേജിലെ മലയാളം വിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ ജോർജ് ഇരുമ്പയം. അദ്ദേഹം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഈവനിങ് കോളേജുകളിലെ പ്രവർത്തനം, പലപ്പോഴും ക്ലാസ്സിൽ ആളില്ല, അധ്യാപകർ, അപ്പോഴത്തേക്ക് UGC സ്കെയിലൊക്കെ വന്നു തുടങ്ങി. അധ്യാപകർ വെറുതെ വന്നിരുന്നിട്ട് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് അങ്ങനെയാണെന്നുള്ളൊരു പരാതി സെക്രട്ടേറിയറ്റിലുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടുന്ന് വന്ന് ഒരു അധ്യാപകൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പരാതി പോകുന്നത്. പക്ഷേ അദ്ദേഹം പരാതി കൊടുത്തത് വേറൊരു കാരണം പറഞ്ഞ. അന്ന് അദ്ദേഹം ഒരു മലയാളം സർവകലാശാലയ്ക്ക് വേണമെന്നും പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രിക്ക് റിക്വസ്റ്റ് കൊടുത്തു. അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ അന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു പ്രധാന കാരണം, നമുക്ക് പണമില്ല, സർവകലാശാല തുടങ്ങാൻ പണമില്ല. അപ്പം അതിന് അദ്ദേഹം പറഞ്ഞു കൊടുത്ത, പണം കണ്ടെത്താൻ പറഞ്ഞു കൊടുത്തൊരു വഴിയായത്. അതായത് 4 ഈവനിങ് കോളേജുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്. ഈ ഈവനിങ് കോളേജുകൾ നിർത്തിയാൽ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് സർവകലാശാല തുടങ്ങാം. സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ സർവകലാശാല തുടങ്ങിയുമില്ല, അവസാനിക്കുകയും ചെയ്തു. പക്ഷേ സത്യത്തിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ മലയാള സർവകലാശാല. അതെ, പിന്നീട് വന്ന, ആ സമയത്ത് വന്നില്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് മലയാള സർവകലാശാല വരുന്നത്. ഇത് സംസ്കൃത സർവകലാശാല അതിന് മുമ്പ് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതില്ലെങ്കിൽ അത് മാത്രമല്ല, ഈ തിരൂരാണല്ലോ അത് പ്രവർത്തിക്കുന്നത്. ഈ മലയാളത്തിൻ്റെ ഭാഷാപിതാവെന്ന് പറയുന്നത്
എഴുത്തച്ഛൻ്റെ സ്ഥലം തിരൂരാണല്ലോ. അതുകൊണ്ടുകൂടി അപ്പോൾ എല്ലാ വർഷവും ഈ എഴുത്തച്ഛൻ ദിനം ആചരിക്കുന്ന സമയത്ത് ഈ മലയാള സാഹിത്യകാരന്മാർ അവിടെ കൂടിയൊരു പ്രമേയം പാസ്സാക്കും. സർക്കാരിന് സംസ്കൃതത്തോടെ ഉള്ളൂ താല്പര്യം, മലയാളത്തോടെ താല്പര്യമില്ല. പിന്നെ അതിന് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. തിരൂരൊരു ഗവൺമെൻറ് കോളേജ് ഉണ്ടല്ലോ. ഈ തിരൂർ ഗവൺമെൻറ് കോളേജിൽ പിന്നെ അവിടെ കൂടുതലും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ അറബി വരാനായിരുന്നു അവിടെ ഉള്ളവർ ശ്രമിച്ചത്. അപ്പോൾ തുഞ്ചൻ്റെ പേരിലുള്ള ഒരു കോളേജ്, അവിടെ മലയാളമില്ല. മനസ്സിലായോ? അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്ക് ആളുകളുടെ ഇടയിൽ കൂടുതൽ അതിനെക്കുറിച്ച് ഇതുണ്ടായി. അപ്പോൾ പിന്നെ എന്തായാലും അത് വരണം എന്നുള്ള അതും ഒരു 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 ആവശ്യമായിട്ട് മാറി. അങ്ങനെ വന്നതാണത്. പിന്നെ മഹാരാജത്തിൽ എന്തെങ്കിലും ഓർമ്മകൾ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തക്ക? അല്ല, അത് തീരുന്നതോടുകൂടി സത്യത്തിൽ എനിക്ക് 94 വരെ 95 വരെ ഇവിടെ ഇരിക്കാമായിരുന്നു. പക്ഷേ ഈവനിങ് കോളേജ് നിർത്തിയത് കൊണ്ട് പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ 94 കാസർഗോഡിന് ട്രാൻസ്ഫറായി. കാസർഗോഡാണ് കടപ്പുറത്തുള്ള കോളേജ്? അല്ലല്ല. കാസർഗോഡ് ഞാൻ ചെല്ലുന്ന ഒരു ഫെബ്രുവരിയിലാണ്. എന്ന് പറഞ്ഞാൽ ആ ഇയർ അവസാനിക്കാറായി. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, പിന്നെ 2 മാസം അവധിയാണല്ലോ. ജൂലൈ ആയപ്പോഴത്തേക്ക് ഞാൻ തിരൂരിന് ട്രാൻസ്ഫറായി. അപ്പോൾ കാസർഗോഡ് ഒരു ഫലത്തിൽ പറഞ്ഞാൽ 5 മാസമേ, അതിൽ 2 മാസം ഞാൻ അവധിയായിരുന്നു, വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. ഫലത്തിൽ 3 മാസമേ അവിടെ പ്രവർത്തിച്ചുള്ളൂ. പക്ഷേ കാസർഗോഡ് ഒരു നല്ല സ്ഥലമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അത് ദീർഘസമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല. ജൂലൈ ആയപ്പോഴത്തേക്ക് ഞാൻ തിരൂരിലേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ ആ വർഷം, അതായത് ഞാൻ കാസർഗോഡ് ആയിരുന്നപ്പോൾ, അല്ല, ഈവനിങ് കോളേജിലായിരുന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈവനിങ് കോളേജ് മഹാരാജാസ് ഈവനിങ് കോളേജിലായിരുന്നപ്പോൾ 93 അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എൻ്റെ MPhil കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പേപ്പർ അയച്ചിട്ട് ഇംഗ്ലണ്ടിൽ ഗ്ലാസ്ഗോയിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനുള്ള ഇൻവിറ്റേഷൻ കിട്ടി. അങ്ങനെ ഞാൻ, അതായത് എനിക്ക് ആ ഇൻവിറ്റേഷനൊക്കെ കിട്ടുന്നത് ഞാൻ അവിടെ എത്തേണ്ടതിൻ്റെ കഷ്ടിച്ചൊരു മാസം മുമ്പ്. പാസ്പോർട്ടില്ലാത്തതുകൊണ്ട് വിസയുമില്ല. അന്നൊക്കെ ഒരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത 6 മാസം മുതൽ 1 വർഷം വരെ എടുക്കും. ഈ 1 മാസം കൊണ്ട് എങ്ങനെയാണ് പാസ്പോർട്ട് കിട്ടുക? അപ്പോൾ ഈവനിങ് കോളേജിലായതുകൊണ്ട് ഒരു ഗുണം, അന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ പാസ്പോർട്ട് ഓഫീസിലെ ജോലി. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടായിരുന്നല്ല. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതായത് നമുക്ക് പുറത്തു പോകുന്നതിന് ഔദ്യോഗികമായൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻവിറ്റേഷനുമായിട്ട് പാസ്പോർട്ട് ഓഫീസറെ നേരിട്ട് കാണുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നുകൊണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കില്ല, സാധാരണ ഏതെങ്കിലും ഒരു ഏജൻസി വഴി പാസ്പോർട്ടിന് ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ നേരിട്ട് പോയത്, ഈ ഏജൻസി വഴി ചെല്ലുന്ന അന്നത്തെ പാസ്പോർട്ട് ഓഫീസർക്ക് ഇഷ്ടവുമായിരുന്നില്ല. നേരിട്ട് പോയി കാര്യം പറയും, ഇന്നതാണ് കാര്യം, ബുദ്ധിമുട്ടാണല്ലോ, ഞാൻ ശ്രമിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
അങ്ങനെ ഇരുന്നപ്പോൾ വേറൊരു നിമിത്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ പരിചയപ്പെടാനിടയായി. അപ്പോൾ ആ ബന്ധു അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ആവശ്യമാണ്, ജെനുവിൻ ആവശ്യമാണ്, അതുകൊണ്ടൊരു പാസ്പോർട്ട്. അപ്പോൾ അതിനെന്തോ എമർജൻസി ഇത് കൊടുക്കുന്നതിനൊരു, അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തു വന്നു. ഏതായാലും ഒരു 2 ആഴ്ച കൊണ്ട് പാസ്പോർട്ട് കിട്ടി. ആ പാസ്പോർട്ടുമായിട്ട് അപ്പോൾ ഈ UK വിസ കിട്ടണമെങ്കിൽ നേരിട്ട് പോകണം. അപ്പോൾ നേരിട്ട് അത് ചെന്നൈയിൽ അവിടെ എംബസി അല്ല, അവരുടെ കോൺസുലേറ്റ് ഓഫീസിൽ പോയി. അപ്പോൾ അതിൻ്റെ രേഖകളും ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കോളേജ് അധ്യാപകനാണ്, ഐ എം ഗോയിങ് ഫോർ എ കോൺഫറൻസ്. അപ്പോൾ കോൺഫറൻസിൽ പോയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഉദ്ദേശമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ ഐ ഹാവ് ടു റീജോയിൻ ഹിയർ ആൻഡ് സോ ഡേറ്റ് എന്ന് പറഞ്ഞു. ആൻഡ് ഹൗ ക്യാൻ ഐ നോ ദാറ്റ് യു ആർ എ കോളേജ് ലെക്ചറർ, ഹൗ ക്യാൻ ഐ നോ? അപ്പോൾ എന്നോട് ഈ പ്ലെയിൻ ടിക്കറ്റ് എടുക്കുന്ന അതിലെ ക്ലർക്ക് പറഞ്ഞതിന് സാറേ ഇത്തരം ചോദ്യങ്ങളുണ്ടാവും, അതുകൊണ്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് ഒരു ലെറ്ററും കൂടെ വാങ്ങിച്ചോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ലെറ്റർ വാങ്ങിച്ച്, യു ആർ പെർമിറ്റഡ് ടു അറ്റൻഡ് ദ കോൺഫറൻസ് ഇൻ ഗ്ലാസ്ഗോ ആൻഡ് ഓൾസോ യു ഹാവ് ടു റിട്ടേൺ ആൻഡ് ജോയിൻ ദ കോളേജ് ബൈ ദിസ് ഡേറ്റ്. ഞാൻ പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇതും പറഞ്ഞു, എനിക്ക് കോൺഫറൻസിൻ്റെ 3 ഡേയ്സിൽ കൂടുതൽ നിൽക്കാൻ ഒരു ഉദ്ദേശമില്ല, ഐ ഹാവ് ടു കം ബാക്ക്. തിരിച്ച് 6 മാസത്തേക്കുള്ള വിസ അടിച്ചു തന്നു. എന്നെ ഈ ഫെൽറ്റ് ഇറ്റ് ദിസ് ഈസ് എ ജെനുവിൻ കേസ്. ഞാൻ പേപ്പറിൻ്റെ കോപ്പിയൊക്കെ ആയിട്ടാണ് പോയത്. ഓക്കെ, അതുകൊണ്ട് പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ പോകാൻ ശ്രമിച്ചതുകൊണ്ട് അത് യാത്രയ്ക്ക് പുറപ്പെടുന്നവരോടുള്ള എൻ്റെ ഒരു ഉപദേശം കൂടിയാണ്. ഈ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പുറപ്പെടുമ്പോൾ പലപ്പോഴും നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പല ഇടത്ത് ഇങ്ങനെ മുറിച്ചാണ് പോയത്. അന്നേ ഈ കാര്യം UGC ഒന്നും കിട്ടാത്ത ഒരു അധ്യാപകൻ അങ്ങനെ യാത്ര ചെയ്യാൻ പോകാനുള്ള അന്നത്തേത് എന്ന് പറയാണ്ട് ഒരു 33,000 രൂപയോളം വേണം ടു ആൻഡ് ഫ്രോ. അല്ല, ടു ആൻഡ് ഫ്രോ 33,000 രൂപയാണ് അന്നത്തെ. ഞാൻ 93 കാര്യമാണ് പറയുന്നത്. ഇപ്പം ചിലപ്പോൾ 1,00,000 രൂപയുടെ അടുത്താവും. അത് തന്നെയല്ല, അന്ന് ഓഫ് സീസണായിരുന്നു. അപ്പോൾ അത് അത്ര ഹൈ റേറ്റിലല്ലായിരുന്നു. അന്നിങ്ങനെ പോകുന്നു എന്ന് അറിഞ്ഞിട്ട്, കാര്യം അന്ന് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചില റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇത്തരം കോൺഫറൻസിന് പോകുന്നതിൻ്റെ TA DA റിലീസിങ് പോളിസി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ആ ഫിസ്ക്കൽ ക്രൈസിസ് ഇൻ 1991. അതിൻ്റെ അത് അങ്ങോട്ട് പൂർണ്ണമായും മാറിയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ കാർട്ടൂൺ ബുക്ക് വെച്ച കാർട്ടൂണിസ്റ്റ് ബാലുവിടെ അടുത്താണ് താമസം. അപ്പോൾ അദ്ദേഹം എന്നെയും കൊണ്ട് പിന്നെ അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന ജയചന്ദ്രനെ കാണാൻ പോയത്. ജയചന്ദ്രൻ IAS. അത് VC ഒക്കെ ആയിരുന്നു കാലിക്കട്ട് സർവകലാശാല. അത് ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി. അപ്പോൾ അദ്ദേഹം ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെ കോൺഫറൻസിന് പോകുന്നവർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു സമിതിയുടെ ഒരു 5,000 രൂപ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി മീറ്റ് ചെയ്ത് അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എനിക്ക് 5,000 രൂപ കിട്ടി. ആ 5,000 രൂപയുടെ പിന്നിലും ഒരു രസമുണ്ട്. അത് കിട്ടുന്നതിൻ്റെ പിന്നിലും അവരെനിക്ക് ചെക്ക് അയച്ചപ്പോഴേ K. മുരളീധരൻ എന്നും പറഞ്ഞാണ് അയച്ചത്. ഞാൻ S. മുരളീധരനാണ്. അപ്പോൾ K. മുരളീധരൻ എന്നും പറഞ്ഞ് കോളേജിൽ ആ K. മുരളീധരൻ എന്നുള്ള പേരിൽ ആ ലെറ്റർ വന്നപ്പോൾ
ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലെന്നും പറഞ്ഞ് ഓഫീസിലിരുന്നവരത് തിരിച്ചയച്ചു. എന്നാൽ മുരളീധരൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അധ്യാപകനേ ഉള്ളൂ. അപ്പോൾ ഇനിഷ്യൽ തെറ്റിയെന്നല്ലേ ഉള്ളൂ. നമ്മുടെ ഈ ഓഫീസിൻ്റെ ചില കാർക്കശ്യം വരുമ്പോഴുള്ള അവസ്ഥ ഇപ്പം എന്നോടൊന്ന് ചോദിച്ചിട്ട് തിരിച്ചയക്കണ്ടേ. ഇത് എന്നാൽ ഇങ്ങനെ വന്നൊരു സാറിനും തിരിച്ചയച്ചു എന്ന് ഓഫീസിൽ നിന്ന് എന്നോട് പറഞ്ഞില്ല. സാധാരണഗതിയിൽ ഇവർ തരേണ്ട ഈ അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഞാൻ ഒരിക്കൽ പോയി ഒരു 6 മാസം കഴിഞ്ഞ് അവിടെ പോയി തിരിച്ചു പോയി അന്വേഷിച്ചപ്പോഴാണ് നിങ്ങളവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നാണല്ലോ നിങ്ങളുടെ പ്രിൻസിപ്പൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് സെക്ഷനിൽ നിന്ന് എഴുതി വിട്ടതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ അത് അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ ഫയൽ കാണിച്ചപ്പോൾ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി, സാറേ ഇതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഈ കെ മുരളീധരൻ ആരാ? കരുണാകരൻ്റെ മകൻ്റെ ഇനിഷ്യലിലുമൊക്കെ. അതല്ല ഞാൻ പറഞ്ഞ ഈ ജോലി ചെയ്യുന്നവരുടെ ശ്രദ്ധക്കുറവെന്ന് പറയുക. ഞാൻ കൊടുത്ത ആപ്ലിക്കേഷനിൽ എൻ്റെ അഡ്രസ്സുണ്ട്, അത് നോക്കി എഴുതുന്നതിന് പകരം പത്രത്തിൽ വായിച്ച് പരിചയമുള്ള പേരിലെ ഇനിഷ്യലിട്ട് അയച്ചകനാണത് ആ കുഴപ്പം പറ്റിയത്. അപ്പോൾ ആ 5,000 കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പോകാൻ നേരത്ത് അതുകൂടെ ചേർത്താണ് പിന്നെ സുഹൃത്തുക്കളുടെ നിന്ന് കടം വാങ്ങിയത്. അത് പിന്നെ 5,000 കിട്ടിയപ്പോൾ അവർ പിന്നെ എനിക്ക് വേറെ ചെക്ക് അയച്ചു തന്നു. അങ്ങനെ കെ മുരളീധരനുമായിട്ട് ഒരു കണക്ഷൻ വന്നു. അതല്ലേ ബുദ്ധിമുട്ടായിട്ടാണ്.